കണ്ണൂർ സ്പെഷ്യൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കനിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. നല്ല വലിയ 4 വെളുത്തുള്ളി ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഗരം മസാല പൗഡറാണ് 1/2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ കുരുമുളക് പൊടി, ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുക്കറിനകത്തോട്ടേക്ക് ഞാൻ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി കാണിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളെ മുറിച്ചെടുത്ത ബീഫ് ഇതിനകത്തോട്ടേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചേർക്കാം. ഇവിടെ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് 4 വിസിൽ തുടങ്ങി 5 വിസിൽ വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എടുക്കുന്ന ബീഫിൽ കുക്ക് ചെയ്യുന്ന സമയം മാറ്റം വരും കേട്ടോ. ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഒരു 2 ചെറിയ സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സവാള മസാലക്കകത്തോട്ടേക്ക് ചേർക്കണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അളവിൽ സവാള ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തായിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കാഷ്യൂ നട്ട്സും കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും അതേ രീതിയിൽ നമുക്കൊന്ന് അത്യാവശ്യം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 5 വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുള്ളതാണ്. ബീഫ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുക്കാനെടുത്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലോട്ട് നല്ല ഫ്ലേവറിന് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. എണ്ണയും നെയ്യും നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് ഇതിനകത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വലിയ വെളുത്തുള്ളിയും 3 പച്ചമുളകുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ സവാള 3 എണ്ണവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയതൊക്കെ ആണെങ്കിൽ 10-12 എണ്ണം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു 4-5 എണ്ണം ഉപയോഗിച്ചത് കേട്ടോ. സവാള അത്യാവശ്യം നന്നായി വഴണ്ട് വരുമ്പോൾ നല്ല വലിയ ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ ഉപയോഗിക്കും. നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് തക്കാളിയെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നല്ലതുപോലെ വെന്ത് കുഴയുന്ന പാകത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഗരം മസാല പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഏറ്റവും നല്ലത്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിനകത്തോട്ടേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും 2.5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞെടുത്തിട്ടുള്ളതും അതുപോലെ കുറച്ച് അതിനേക്കാളും കുറവ് അളവിൽ പുതിനയില മുറിച്ചെടുത്തിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി അടച്ച് വെച്ച് കുക്ക് ചെയ്ത് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് വലിയൊരു പാത്രത്തിനകത്തോട്ടേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് വലിയ ജീരകം, വളരെ കുറഞ്ഞൊരളവിൽ മതി, 2 ബേ ലീഫ്, 2-3 കറുവപ്പട്ട, അതുപോലെ തന്നെ ഏലക്ക, തക്കോലം, ഇങ്ങനെ നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം.
പിന്നെ ഇതിലോട്ടേക്ക് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ 3 കപ്പ് അരിയാണ്, അതിന് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ 3 കപ്പ് ജീരകശാല അരി നന്നായി കഴുകി വെള്ളം വാർന്ന് വെച്ചതിന് ശേഷമുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജീരകശാല വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1.5 കപ്പ് അളവിൽ നിന്നുള്ള രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് കുക്കായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ദം ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് മസാല താഴെ ഭാഗത്തായിട്ട് വലിയൊരു പാത്രത്തിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന റൈസിൽ നിന്നും പകുതി ഭാഗം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ്, ഉണക്കമുന്തിരി, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും, അതുപോലെ തന്നെ നെയ്യ്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വേണമെങ്കിൽ മാത്രം ചെറിയൊരു കളറിന് ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് അതാണ് ചേർക്കുന്നത്. നിർബന്ധമില്ല, ഫുഡ് കളർ ഉപയോഗിക്കേണ്ടവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഉണക്കമുന്തിരി എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മല്ലിയില, ഗരം മസാല പൗഡർ, നെയ്യ് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ അടച്ചു വെക്കുന്ന പാത്രത്തിന് ഒന്നുകിൽ ഫോയിൽ വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാറുണ്ട് നല്ല ടൈറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി പാത്രത്തിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് ഉള്ളതാണെങ്കിൽ അത് രണ്ടിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് ടൈറ്റായി ക്ലോസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിതിനി ദം ചെയ്തെടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് തുടങ്ങി 15 മിനിറ്റ് വരെ വേണം നമ്മൾ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ദം ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ദം പൊട്ടിച്ച് നല്ലതുപോലെ റെഡിയാക്കിയിട്ട് സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നമ്മുടെ ക്യാരറ്റും ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പൊക്കെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും കണ്ണൂർ സ്റ്റൈൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.